പ്രത്യേകിച്ച് പ്ലാനിംഗ് ഒന്നുമില്ലാതെ അപ്രതീക്ഷിതമായിട്ട് വീട് കിട്ടുന്ന ഓരോ യാത്രകളും മനോഹരമാണല്ലേ. വിൻ്ററൊക്കെ കഴിഞ്ഞ് സമ്മറിലേക്കുള്ള ട്രാൻസിഷനിൽ കുഞ്ഞിടവേളയാണ് ഇസ്രയേലിലെ സ്പ്രിംഗ് സീസൺ. ആ സമയത്ത് പോപ്പീസ് ഇങ്ങനെ കൂട്ടത്തോടെ പൂത്തു നിൽക്കുന്ന ഒരു പോപ്പി മെഡോസിലേക്കാണ് നമ്മളുടെ ഇന്നത്തെ യാത്ര. നടപ്പിന് അത്യാവശ്യം നല്ല വേഗമായിരുന്നു. പെട്ടെന്ന് ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ ഒന്ന് സ്റ്റക്കായി. പുല്ല് വെട്ടുന്നതിനിടയിൽ അതിൻ്റെ ഉള്ളിൽ ഒരു പാമ്പ് പെട്ടിട്ട് രണ്ടായിട്ട് മുറിഞ്ഞു കിടക്കുന്ന ഒരു കാഴ്ചയാണ്. അത് കണ്ടതിന് ശേഷം നടപ്പിനൊരല്പം വേഗം കുറഞ്ഞോ എന്നൊരു സംശയം. അത്യാവശ്യം ധൈര്യം സംഭരിച്ച് എന്തും വരട്ടെ എന്നങ്ങ് വിചാരിച്ച് മുന്നിൽ പടർന്നു കിടക്കുന്ന പോപ്പി പാടങ്ങളുടെ അടുത്തെത്താനുള്ള ആഗ്രഹം മൂത്ത് നടപ്പ് തുടർന്നു. നമ്മളെപ്പോലെ വർഷത്തിലൊരിക്കൽ മാത്രം കാണുന്ന ഈ മനോഹരമായ കാഴ്ച ക്യാമറയിൽ പകർത്തുവാനും ഓർമ്മകളുടെ ചിത്രക്കൂട്ടിലേക്ക് കുറച്ചധികം ചിത്രങ്ങൾ ചേർത്ത് വെക്കാനുമായി വന്ന ധാരാളം പേരുണ്ടായിരുന്നു. അവിടെ ആരും പൂ പറിക്കുവാനോ അത് ചവിട്ടി നശിപ്പിക്കുവാനോ ഒന്നും ശ്രമിക്കുന്നതായി ഞാൻ കണ്ടില്ല. നമുക്ക് പുറകിൽ വരുന്നവർക്കായി പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്ന ഈ മനോഹരമായ കാഴ്ച അതേ ഭംഗിയിൽ തന്നെ അവർക്കും ആസ്വദിക്കാൻ അത് ബാക്കി വെച്ചിട്ടാണ് ഓരോ വ്യക്തിയും അവിടെ നിന്ന് കടന്നു പോകുന്നത്. ഈ പോപ്പി ഇങ്ങനെ വകഞ്ഞു മാറ്റി നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് മുന്നോട്ട് പോകുന്ന പോലെയും ഫിലിമിനുള്ളിൽ മാത്രം കണ്ടു മറന്ന് കുറച്ച് കാഴ്ചകളും കുറച്ച് പാട്ടുകളുമൊക്കെ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന പോലെ ഒരു തോന്നൽ. പച്ച പുല്ലിൻ്റെ മണം ഉള്ളത് കൊണ്ട് നാട്ടിൽ നെൽപ്പാടങ്ങളിലുള്ളിലൂടെ പോകുമ്പോൾ നെല്ലിൻ്റെ ഒരു മണമുണ്ടല്ലോ. അങ്ങനെ നാട്ടിലേക്ക് ടിക്കറ്റ് ഇല്ലാതെ ഒരു യാത്ര ചെയ്ത ഫീലോടുകൂടി അങ്ങനെ പോപ്പി പാടങ്ങൾക്ക് ബൈ ബൈ പറഞ്ഞ് ഇന്നത്തെ ഈവനിങ് ഇവിടെ അവസാനിക്കുന്നു. ഇസ്രയേലിൽ നിന്നുള്ള മറ്റൊരു കാഴ്ചയും യാത്രാ അനുഭവവുമായി നമുക്ക് ഉടനെ തന്നെ കാണാം.